2004 സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ വാങ്കാരി മാതായിയുടെ ആത്മകഥയായ തല കുനിക്കാതെ ഒരു പെണ്ണിന്റെ ആത്മകഥ എന്ന ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ തരുന്നത്. കബനിയാണ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. സമതയാണ് ബുക്ക് പ്രസിദ്ധീകരിച്ചത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ നമുക്ക് ഒരു ഇത് വരികയും ചെയ്യും, ചിന്ത വരികയും ചെയ്യും. പക്ഷേ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലൂടെ ഇത്രയും വലിയ കാര്യം നേടിയെടുത്ത ഒരാളാണ് വാങ്കാരി മാതായി. മരം നടുക, വൃക്ഷം നടുക എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് വാങ്കാരി മാതായി ഇത് നേടിയെടുത്തിരിക്കുന്നത്. കെനിയയിലാണ് വാങ്കാരി മാതായി ജനിച്ചു വളർന്നത്. കെനിയയിലെ പർവ്വതപുത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇഹിത എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ അബഡയർ പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് വാങ്കാരി മാതായി ജനിച്ചു വളർന്നത്. അപ്പോൾ അവരവിടെ ജനിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ പരിസ്ഥിതി ചൂഷണം ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു. എങ്കിലും അന്ന് അതവർക്ക് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടില്ലായിരുന്നു. കാരണം ബ്രിട്ടീഷ് അധിനിവേശത്തിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കെനിയ. അവിടെ മരങ്ങളൊക്കെ നശിപ്പിക്കുകയും പ്രകൃതി ചൂഷണം ചെയ്യുകയൊക്കെ വളരെ കൂടുതലായിരുന്നു. അത് പതിയെ അത് വർദ്ധിച്ചു വന്ന് പിന്നീട് കെനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും കെനിയ ഭരിച്ചിരുന്ന സർക്കാരും ഇതുതന്നെയാണ് പിന്തുടർന്നു പോകുന്നത്. അത് കാരണം കെനിയയുടെ പരിസ്ഥിതിക്കുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു സ്ത്രീയായ വാങ്കാരി മാതായി മുന്നിട്ടിറങ്ങി. അത് ഇറങ്ങിയത് സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായ സ്റ്റെപ്പുകളിലൂടെയാണ്. വൃക്ഷങ്ങൾ നട്ടുകൊണ്ടാണ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ നായികയാണ് വാങ്കാരി മാതായി. കെനിയ വളരെയധികം പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന കെനിയയുടെ ആ പ്രകൃതി സൗന്ദര്യവും പ്രകൃതി സമ്പത്തും എല്ലാം പതിയെ നശിച്ചു വരുന്നത് വാങ്കാരി മാതായിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വാങ്കാരി മാതായി കെനിയയിൽ നിന്ന് ആദ്യമായിട്ട് വലിയ ഡിഗ്രികളും ഡോക്ടറേറ്റും ഒക്കെ നേടിയ വനിതയാണ്. തന്നെയുമല്ല, അവർക്ക് അന്തർദേശീയ തലത്തിലും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു. തുടക്കം എന്ന് പറഞ്ഞാൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് വാങ്കാരി മാതായി തന്റെ പ്രവർത്തന മേഖല ആരംഭിക്കുന്നത്, ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന്റെ. അപ്പൊ ആ നാട്ടിലെ തന്നെ വളരെ വിദ്യാഭ്യാസമൊന്നുമുള്ള സ്ത്രീകളൊന്നുമല്ല, സാധാരണ സ്ത്രീകളെ കൂടി ആ പാതയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ടുകൂടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ആണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അന്ന് വനപാലകരായിട്ടുള്ള വന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിലൊക്കെ ട്രെയിനിങ് ഒക്കെ നേടിയ ആൾക്കാരാണ്. പക്ഷെ അവരുടെ ഒന്നും സഹായമൊന്നും കൂടാതെ തന്നെ സ്ത്രീകൾ സാധാരണ, കാരണം കൃഷിക്കാരായിട്ടുള്ള സ്ത്രീകൾ കിക്കുയു എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു വാങ്കാരി മാതായി. അപ്പൊ അവർക്ക് കൃഷിയെക്കുറിച്ച് വളരെ അറിയായിരുന്നു. ഈ കിക്കുയു ഗോത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ആദ്യമായിട്ട് ജനിക്കുമ്പോൾ തന്നെ അതിനെ പ്രകൃതിയുമായിട്ട് അതിന് അമ്മയുടെ പാല് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പ്രകൃതിയായിട്ട് പരിചയപ്പെടുത്തിയിട്ടാണ് ആ കുഞ്ഞിനെ എടുക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിലാണ് വാങ്കാരി മാതായി ജനിച്ചിരുന്നത്. അവിടെ ഒരാൾ മരിക്കുമ്പോൾ അവരെ മണ്ണിലേക്ക് എടുക്കുമ്പോൾ പറയുന്നത് മഞ്ഞുകണങ്ങളും മഴയും ഉള്ളിടത്ത് വെറുതെ വിശ്രമിക്കാൻ അവർക്ക് ആകട്ടെ എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരെ അടക്കം ചെയ്യുന്നത്. അത്രത്തോളം പ്രകൃതിയുമായിട്ട് ഇണങ്ങി കഴിയുന്ന ഒരു സമൂഹത്തിലായിരുന്നു വാങ്കാരി മാതായുടെ ജനനവും വളർച്ചയും. അതിനുശേഷം അവര് പഠിക്കുവാൻ വളരെ സമർത്ഥയായിരുന്നു. വിദേശത്തൊക്കെ പോയി പഠിച്ചു, വലിയ നിലയിലെത്തി. എങ്കിൽ പോലും അവിടെയും ഒരു പുരുഷാധിപത്യ സമൂഹമാണ് കെനിയയിലും ഉണ്ടായിരുന്നത്. അവിടെ അവരവരുടെ അസ്തിത്വം നേടിയെടുക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ വിജയകരമായി നേടി. അതോടൊപ്പം അവർക്ക് അവിടെ നഷ്ടപ്പെട്ട പ്രകൃതി ചൂഷണപ്പെട്ട് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണില് പ്രകൃതിദത്തമായ വസ്തുക്കളൊക്കെ ചെറിയ കാലത്ത് കഴിച്ച് വളർന്ന ആ സമൂഹമല്ല പിന്നീട് മുമ്പോട്ട് കാണുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ട് പർവ്വതത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മണ്ണൊലിപ്പ്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാവും. നമുക്ക് വെറുതെ വാക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രവർത്തിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അവർ തുടങ്ങിയത്. അങ്ങനെ കോടിക്കണക്കിന് മരങ്ങൾ അവരവിടെ പിടിപ്പിച്ചു, മറ്റ് സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഒരു രാഷ്ട്രീയ മാനമൊക്കെ വരുന്നുണ്ട്. കാരണം അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഇവർക്കെതിരാകുന്നുണ്ട്. അപ്പൊ അതിനെയെല്ലാം ഇവർ അതിജീവിച്ച് അവരുടെ ഒരു യാത്രയാണ്, സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരു യാത്രയാണ്. അപ്പൊ അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസരങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വർണ്ണവിവേചനമൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അവർ വിദേശത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ
ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞു, ബ്രിട്ടീഷുകാർ ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് അത്രയും വിവേചനം അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷമാണ് അവർക്ക് കൂടുതലും ഈ വിവേചനം അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം സ്ത്രീ എന്ന രീതിയിലുള്ള വിവേചനം വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയതിനു ശേഷം പിന്നീട് ഇവര് പോൾ ചെയ്തതിന്റെ 98% വോട്ട് നേടി ജയിക്കുന്നുണ്ട്. ഇലക്ഷന് ജയിച്ചിട്ട് വനം പാരിസ്ഥിതിക വകുപ്പ് സഹമന്ത്രിയൊക്കെ ആകുന്നുണ്ട്. അങ്ങനെയെല്ലാം ഇവര് ഒരുപാട് ഓരോ സമയത്തും ഇവിടെ തടവിലാക്കപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട്, അതായത് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് 2ാം ലോക മഹായുദ്ധകാലത്തൊക്കെ ബ്രിട്ടീഷിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയ കെനിയൻ യോദ്ധാക്കൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അവരുടെ അമ്മമാർക്ക് അറിയില്ല. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് ആ അമ്മമാര് നടത്തിയ പോരാട്ടം, ഇങ്ങനെ പല പല പോരാട്ടങ്ങളിൽ വങ്കാരി മാതായി ഇടപെടുന്നുണ്ട്. എല്ലാ ഇതിലും ഇടപെട്ട് ഈ പോരാട്ടത്തിന് അവർ സത്യത്തെ മുറുകെ പിടിച്ച് അവരുടെ ആ യാത്രക്കിടയിൽ അവർക്ക് അവരുടെ ഭർത്താവിനെ പോലും ആശയപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വീട്, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർ പണിത വീട് ഭർത്താവിന്റെ പേരിലാണ് അവർ എടുക്കുന്നത്. അദ്ദേഹം അത് അവർക്ക് കൊടുക്കുന്നില്ല. അപ്പം അവരങ്ങനെ തെരുവിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അവർ പൊരുതിയാണ് മുന്നോട്ട് പോകുന്നത്. ജോലിയില്ലാത്ത അവസ്ഥ, ഇത്തരം അവസ്ഥകളിലൂടെയൊക്കെ പൊരുതി പോയി അവര് UNEP-യുടെ പ്രോഗ്രാമിൽ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ നിന്നൊക്കെ ഇവർക്ക് വിദേശത്തു നിന്ന് ഒരുപാട് മാധ്യമ പിന്തുണ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ പിന്തുണയെല്ലാം കെനിയയുടെ ഉന്നമനത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് കെനിയയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വങ്കാരി മാതായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവരുടെ ഓരോ വിജയങ്ങൾ അവർ ആഘോഷിക്കുന്നതിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ്, അല്ലാതെ പാർട്ടി നടത്തിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം അവർക്ക് നോബൽ സമ്മാനം കിട്ടുന്നുണ്ട്. നോബൽ സമ്മാനം കിട്ടുമ്പോഴും അവരത് ആഘോഷിക്കുന്നത് ഒരു മരം നട്ടുകൊണ്ടാണ്. അത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്ന വങ്കാരി മാതായി പഠിക്കാനും പിടിക്കുകയായിരുന്നു. പഠിച്ച് അവര് വെളിയിലൊക്കെ പഠിച്ച് ഒരുപാട് ഉന്നത ബിരുദങ്ങളൊക്കെ നേടിയിട്ട് വന്ന് വെറ്റിനറിയിലും അവര് ഡിഗ്രികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജോലി സ്ഥലത്ത് ഒരുപാട് വിവേചനങ്ങളൊക്കെ നേരിട്ട്, സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് വിവേചനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതിനെ എല്ലാവരും അവർ നേരിടുന്നുണ്ട്. പിന്നെ കെനിയയുടെ അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ശത്രുത കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇവർ അതിജീവിച്ച് ഇവർ UNEP-യിലും ഗ്രീൻ ബെൽറ്റ് എന്ന പ്രസ്ഥാനവും ആയിട്ട് മുന്നോട്ട് പോയി കെനിയയിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തി. കെനിയയിൽ മാത്രമല്ല, ചുറ്റുമുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മാറ്റം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് വങ്കാരി മാതായിയുടെ ജീവിതകഥ എല്ലാ സ്ത്രീകൾക്കും, താഴേക്കിടയിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണ്. അത് മാത്രമല്ല, നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ, വലിയ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും അതിനൊരു മഹത്വം ഉണ്ടാവുമെന്നും ചെറിയ കാര്യങ്ങൾ കൊണ്ടും വലിയ കാര്യങ്ങൾ നേടാമെന്നും ഉള്ളതും ഇതിൽ നിന്നൊരു പാഠമാണ്. അത്രയ്ക്ക് വളരെ മഹത്തരമായൊരു വ്യക്തിത്വമാണ് വങ്കാരി മാതായി 2011 അന്തരിച്ചു. എങ്കിലും ഇപ്പോഴും അവരുടെ പോരാട്ടത്തിന്റെ അനുരണനങ്ങൾ കെനിയയിലും ചുറ്റുമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉണ്ട്. അതൊരു ധീരമായ പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വരും തലമുറയ്ക്കും സ്ത്രീകൾക്കുമുള്ള പ്രചോദനവുമാണ്.